ഇന്ത്യ രാജ്യത്ത് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം വിട്ടു കഴിഞ്ഞാൽ അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ആടുജീവിതം എന്നൊരു സിനിമ മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിപ്പോൾ OTT റിലീസായതിനു ശേഷം ഇപ്പോൾ വളരെ വിവാദത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സൗദി പൗരന്മാർക്കിടയിൽ, സൗദി ജനങ്ങൾക്കിടയിൽ. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാലോ, ബെന്യാമീൻ്റെ ആടുജീവിതം എന്നൊരു നോവലാണ് ഈ ഒരു സിനിമയായിട്ട് മാറിയിട്ടുള്ളത്. ഈ ബെന്യാമിൻ്റെ ആടുജീവിതം എന്നൊരു നോവൽ ഓൾറെഡി സൗദിയിൽ നിരോധിക്കപ്പെട്ട നോവലാണ്. കാരണം അതിൽ സൗദി ജനതയെ, സൗദി രാജ്യത്തെ തരം താഴ്ത്തി കാണിക്കുന്നു, താറടിച്ച് കാണിക്കാനുള്ള ഒരു നോവലായിട്ടാണ് അതിനെ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് നിരോധിക്കപ്പെട്ടത്. ആ നോവലിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ആടുജീവിതം എന്ന സിനിമയും ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ. കാരണം അവിടെ ആടുജീവിതം എന്ന സിനിമ അവിടെ റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല, അത് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടിക്ടോക്കിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. മാത്രമല്ല ഇപ്പോൾ സൗദിയിലെ TV ചാനലുകളും പത്രമാധ്യമങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള വമ്പൻ ചൂടൻ ചർച്ചയിലാണ്, ഇതിനെ വിമർശിച്ചുകൊണ്ട്. കാരണം അവിടുത്തെ ജനങ്ങളെ ആക്ഷേപിക്കാനും സൗദി എന്ന രാജ്യത്തെ താറടിക്കാനുമുള്ളൊരു ശ്രമമായിട്ടാണ് അവരിപ്പോൾ അതിനെ കാണുന്നത്. നമുക്കറിയാം, ആ ആടുജീവിതം എന്നുള്ള സിനിമ അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ പൃഥ്വിരാജ് എന്ന നടൻ്റെ അഭിനയ മികവിനെക്കുറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പല വീഡിയോകളും നമുക്ക് കാണാൻ കഴിയുന്നു. വിദേശികളൊക്കെ ഈ ആടുജീവിതം, പിന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇത് റിലീസായതിനു ശേഷം വിദേശികൾ ഈ സിനിമ കണ്ടിട്ട് അത് ഓസ്കാർ വരെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ. ആ പൃഥ്വിരാജ് എന്ന നടൻ്റെ അഭിനയം കണ്ടിട്ട്. അങ്ങനെ ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ നമുക്കതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഈയൊരു സിനിമ ഈ സൗദി എന്ന രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനും അവിടുത്തെ ജനങ്ങളെ തരം താഴ്ത്താനുമുള്ള ഒരു ഫിലിമായിട്ടാണ് അവർ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത്. നമുക്കറിയാം, ഈ സിനിമ നിർമ്മിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ അങ്ങനെയുള്ള ഒരു ദുരുദ്ദേശമൊന്നുമില്ല. ഒരു ജനതയെ താറടിക്കാനോ ഒരു രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ശ്രമമൊന്നും ഈ ഒരു സിനിമ നിർമ്മിക്കപ്പെട്ടതിൻ്റെ പിന്നിലില്ല എന്ന് നമുക്കറിയാം. പക്ഷെ സത്യത്തിൽ അതങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. പക്ഷെ അതങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് സത്യം. നമുക്കറിയാലോ, നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവത്തെക്കുറിച്ച് ബെന്യാമീൻ ആടുജീവിതം എന്നൊരു നോവൽ രചിച്ചപ്പോൾ അതിലൊരുപാട് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ നജീബ് എന്ന വ്യക്തി ആടുകളെ ഭോഗിച്ചിരുന്നു എന്ന് പോലും അദ്ദേഹം ഈ ബെന്യാമീൻ അദ്ദേഹത്തിൻ്റെ നോവലിൽ എഴുതി വെച്ചിരുന്നു. അത് വളരെ ശക്തമായിട്ട് അദ്ദേഹം എതിർത്തിട്ടുണ്ട്. അങ്ങനെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി ആടുജീവിതം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയിലും ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ സൗദി പൗരന്മാർക്കിടയിൽ, സൗദി ജനങ്ങൾക്കിടയിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി എന്നുള്ള വിമർശനം വളരെ ശക്തമായി തന്നെ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഏത് തരത്തിലാണ് ഇതുപോലെയുള്ള ഈ ആക്ഷേപിക്കപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ പ്രവാസികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളൊക്കെ ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സത്യത്തിൽ ഈ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സൗദിയും ഇന്ത്യയും തമ്മിൽ നല്ലൊരു രാഷ്ട്രബന്ധം തന്നെയാണ് നിലനിർത്തിക്കൊണ്ട് പോരുന്നത്. പക്ഷേ ഈ ഒരു സിനിമ കൊണ്ട് അങ്ങനെയുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധത്തിന് ഒരു ഉലച്ചിലുണ്ടാവുമെന്നൊന്നും നമ്മൾ കരുതുന്നില്ല. നമുക്ക് പ്രവാസികളുടെ ജീവിതത്തിൽ തിരശ്ശേരിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ചാൻസ് ഉള്ള ഒരുപാട് കഥകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ അതൊക്കെ നിങ്ങൾ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജനതയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെയോ അപകീർത്തിപ്പെടുത്തുന്നുള്ള പരാമർശങ്ങളോ മറ്റുമൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യൻ ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം വിട്ടു കഴിഞ്ഞാൽ അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ആ നിയന്ത്രണങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എവിടെയാണ് പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ പ്രവാസികളായ ആളുകൾ എവിടെയൊക്കെ പണിയെടുക്കുന്നുണ്ടോ അവിടെയൊക്കെ ആ രാജ്യത്തെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു കലാസൃഷ്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായിരിക്കും എന്നുള്ളത് കൂടെ ഈ സിനിമ പ്രവർത്തകരോട് അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്ന ആളുകളോട് പറയാനുണ്ട്. ഓക്കെ, താങ്ക് യു.